ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷാണ്. നമ്മളെ വീഡിയോസിനൊക്കെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നു, നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നു, നമുക്കതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു തുടങ്ങിയ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ പോളിസിയെ കുറിച്ചിട്ടാണ്. സ്റ്റാർ ഹെൽത്ത് നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് കമ്പനിയാണ് ഹെൽത്ത് സെക്ടറിലെ. ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കമ്പനി സ്റ്റാർ ഹെൽത്ത് ആണ്. അപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു പോളിസിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടനവധി പേര് നമ്മളോട് ചോദിച്ചൽ ഒരു കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത്. സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പോളിസിയെ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ഇന്ന് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പോളിസിയാണ്. ഓക്കെ, ഈ ഒരു പോളിസിയിൽ സംബന്ധിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നോക്കാം. സ്റ്റാർ ഹെൽത്തിൻ്റെ കീ ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുള്ളത് നോ ലിമിറ്റ്സ് ആണ്, ജസ്റ്റ് ബെനിഫിറ്റ്സ്. അതായത് ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലൈം റീസ്റ്റോറേഷനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു. നമുക്ക് ആ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തീർന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീസ്റ്റോറേഷൻ കിട്ടും. അതായത് തീർന്നു കഴിയാന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ ബില്ല് 11 ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം വരെ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ പോളിസി 10 ലക്ഷത്തിൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് ആ 10 ലക്ഷം കഴിഞ്ഞ് പോയി, ഒരു ഹോസ്പിറ്റലൈസ്ഡ് സമയത്ത് തന്നെ കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്ത തവണ അതേ വർഷത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പൈസ ഇല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത ഹോസ്പിറ്റലൈസേഷനും വീണ്ടും 10 ലക്ഷം കിട്ടും. അതാണ് ഈ ഒരു ബെനിഫിറ്റ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ബെനിഫിറ്റാണ് ഫ്രീസ് ഇറ്റ് യുവർ റേഞ്ച്. അതായത് നമ്മളിപ്പോൾ നമുക്കറിയാം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ പ്രീമിയം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ, ഫ്രീസ് അറ്റ് യുവർ ഏജ് എന്നുള്ള ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മൾ ഏത് പ്രായത്തിലാണോ കയറിയിട്ടുള്ളത്, നമ്മുടെ ഫസ്റ്റ് പ്രീമിയം എന്താണോ ആ പ്രീമിയം തന്നെ നമുക്ക് ഏത് ഇയർ ആണോ ക്ലെയിം വരുന്നത് ആ ഇയർ വരെ നമുക്ക് ആ ഒരു പ്രീമിയത്തിൽ ചേഞ്ച് വരാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഏറ്റവും മികച്ചൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഫ്രീസ് യുവർ ഏജ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് റൂം സെലക്ട് ചെയ്യണമെന്ന്. സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോളിസിയിൽ നമുക്ക് ഏത് റൂം സെലക്ട് ചെയ്യാം, ഏത് ഹോസ്പിറ്റലിലെയും ഏത് റൂം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, ഒരു അഡീഷണൽ പൈസ പോലും കൊടുക്കാതെ. പിന്നെ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷനാണ്. അതായത് നമുക്ക് കവറേജ് മെഡിക്കൽ എക്സ്പെൻസസ് ടു സം ഇൻഷൂർഡിൻ്റെ അത്രയും തന്നെ കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്യും. അതായത് ഏതൊക്കെയാണ് കവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൂം റെൻറ്റ്, ഏത് റൂം റെൻറ്റും നമുക്ക് റൂം റെൻറ്റ് ഏത് റൂമും നമുക്ക് എടുക്കാം. റൂം റെൻറ്റ് പ്രശ്നമായിട്ട് നമുക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ICU ചാർജസ് നമ്മളെ സം ഇൻഷൂർഡ് എത്രയാണോ അത്ര തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഫീസ് ഫോർ സർജൻ, അനസ്തേഷ്യറ്റ്, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റോസ് ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ള ഒരു ഫീസും നമുക്ക് സം അഷ്യൂർഡിൻ്റെ അത്ര തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിലൊന്നും ലിമിറ്റ് ഇല്ല. നമ്മുടെ പോളിസി എത്ര രൂപയുടെ പോളിസിയാണോ അത്ര തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അനസ്തേഷ്യ, ബ്ലഡ്, ഓക്സിജൻ, സർജിക്കൽ അപ്ലയൻസസ്, മെഡിക്കൽ ആൻഡ് ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയോതെറാപ്പി, പേസ് മേക്കർ ഒക്കെ നമുക്ക് ആ ഒരു സം അഷ്യൂർഡിൻ്റെ അത്ര തന്നെ നമുക്ക് എമൗണ്ട്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീസ് അറ്റ് യുവർ റേറ്റ്. നമ്മൾ 25-ാം വയസ്സിലാണ് നമ്മൾ കയറിയിരുന്നതെങ്കിൽ നമുക്കൊരു 50-ാം വയസ്സിലാണ് നമുക്ക് ആദ്യ ക്ലെയിം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫസ്റ്റ് മുതൽ അടയ്ക്കുന്നത് ഈ പ്രീമിയം അടച്ചാൽ മതി. ക്ലെയിം വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ പ്രീമിയം മാറുള്ളൂ. അല്ലാതെ മറ്റു കമ്പനീസിനെ പോലെ നമുക്ക് ആ ഒരു ചേഞ്ച് വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ അറ്റ് സം ഇഷ്യൂർഡ്. നമ്മൾ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷനാണ് നമ്മളെല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം മെഡിക്കൽ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ എമൗണ്ട്സ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ഭാഗ്യക്കേടിന് നമുക്ക് റെഗുലർ ഹോസ്പിറ്റൽ വിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് പൈസ തികയാത്ത പ്രശ്നം വരും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാർലത്തിൻ്റെ ഈ ഒരു പോളിസിക്കകത്ത് നമ്മൾ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും റീസ്റ്റോറേഷൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ബോണസ്.
നമുക്കൊരു ക്ലെയിം ഫ്രീ ഇയർ ഉണ്ട്. അതായത് നമ്മുടെ പോളിസി എടുത്തു, ആദ്യ വർഷത്തിൽ നമ്മൾ പോളിസി എടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാം വർഷത്തിലേക്ക് പോകുമ്പോൾ 50% നമ്മുടെ സം അഷ്യൂർഡിൻ്റെ 50% നമുക്ക് കൂടി കിട്ടും. അതായത് ഈ വർഷം നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മുടെ പോളിസി 10 ലക്ഷത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം ക്ലെയിം ഫ്രീ ഇറയാണ്. അതായത് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് നമുക്ക് ക്ലെയിം ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് 50% ബെനിഫിറ്റ് കൂടി കിട്ടിയിട്ട് നമുക്ക് എന്താവും, നമ്മുടെ പോളിസിയുടെ സം എഷ്യൂർഡ് 50% വർദ്ധിക്കും. അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെന്നുണ്ടെങ്കിൽ 5% കൂടെ വർദ്ധിച്ച് 15 ലക്ഷമാവും നമ്മളെ കവറേജ്. അത്തരത്തിൽ 100% വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് 100% എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ പോളിസി ക്ലെയിം ഫ്രീ ഇയറിലാണ് ഈ ആഡ് ഓൺസ് വരുന്നത്. അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കവറേജ് 20 ലക്ഷം വരെ ആവാനുള്ള സാധ്യതകൾ ഈ പോളിസിക്കകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസസ് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഡെന്റൽ ചെക്കപ്പ്, ക്ലീനിങ് തുടങ്ങിയതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവറേജ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഇയർ മുതലാണ് അവൈലബിൾ ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റെഗുലറായിട്ട് ഹോസ്പിറ്റലൈസേഷനൊക്കെ ആവശ്യമുള്ളവർ ഉണ്ട്, നമുക്ക് ചെക്കപ്സ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ് അൺലിമിറ്റഡ് ആണ് ടെലി കൺസൾട്ടേഷൻ. നമ്മൾ ബൈ കോള് അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ വഴി നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിന് ലിമിറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു പോളിസിക്കകത്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒന്നാണ് ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പനി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇവർ പറയുന്ന ക്രൈറ്റീരിയസ് പ്രകാരം നമുക്ക് ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ പോലും നമ്മൾ ഈ കവറേജിനകത്ത് ഉൾപ്പെടും. പിന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ് അടുത്ത മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് അഡ്മിറ്റ് ആവുന്നതിൻ്റെ 90 ദിവസം മുമ്പേ ഉള്ള ബില്ലുകളെല്ലാം നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം 3 മാസത്തിന് മുമ്പുള്ള എല്ലാ ബില്ലുകളും നമുക്ക് ഈ ഒരു ഇതിനകത്ത് കവർ ചെയ്യും. ഇനി നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ ശേഷം 180 ദിവസം, അതായത് 6 മാസത്തോളമുള്ള ബിൽസ് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഇതിനകത്ത്. പിന്നെ പല പോളിസികളിലും നമ്മൾ ഉൾപ്പെടുത്താത്ത ഒന്നാണ് ഈ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ്. അത് നമുക്ക് ഈ ഒരു പോളിസിയിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റോബോട്ടിക് സർജറി, ഓറൽ ക്രോമിയോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സ്റ്റെം സെൽ തെറാപ്പി ഫോർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അതും ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ തുടങ്ങിയ ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോളിസി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ റോഡ് ആംബുലൻസ്, എയർ ആംബുലൻസ് കാര്യങ്ങളൊക്കെ കവറേജ് വരുന്നുണ്ട്. എയർ ആംബുലൻസിലാണെങ്കിൽ റീഇംബേഴ്സ്മെൻ്റ് ആണ് അപ് ടു 5 lakh വരെയാണ് വരുന്നത് ഒരു വർഷത്തിൽ. അതേപോലെ തന്നെ റോഡ് ആംബുലൻസിലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് എത്തുന്നതിൻ്റെ ഇത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് മൂലകം പ്രപ്പോസർ നമുക്ക് മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീമിയം വേവറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനകത്ത്. പ്രപ്പോസറിനാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനകത്ത്. അപ്പം അത്തരത്തിൽ നമുക്കൊരു പ്രീമിയം വേവർ നെക്സ്റ്റ് ഇയറിൽ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഇതിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ റിന്യൂവലിൻ്റെ ടൈമിൽ നമുക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരെ വെൽനസ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് ഒരു 1000 പോയിന്റ്സിൽ കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റിന്യൂവൽ സമയത്ത് ഏകദേശം 20%-ഓളം പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് നേടാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതിനകത്ത്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വാല്യൂ ആഡ് സർവീസ് ആയിട്ട് നമുക്ക് ഫാർമസി, ഡയഗ്നോസ്റ്റിക്, കൺസൾട്ടേഷനൊക്കെ സ്റ്റാർ ഹെൽത്ത് ആപ്പിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഓപ്ഷണൽ കവറായിട്ട് ലിമിറ്റ്ലെസ് കവർ, സൂപ്പർ സ്റ്റാർ, ബോണസ്, ഫ്യൂച്ചർ ഷീൽഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പം അൺമാരീഡ് ആയിട്ടുള്ള ഒരാൾ ഒരു നെക്സ്റ്റ് 120 ദിവസത്തിനുള്ളിൽ കല്യാണം നടക്കുന്നത്, അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒരു സ്ലോട്ട് ഇതിൽ വെച്ചിട്ട്
ആഫ്റ്റർ മാരേജിന് ശേഷം നമുക്ക് അവരതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ സ്റ്റാർ ഹെൽത്ത് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റേണിറ്റി വുമൻ കെയറിനടുത്ത് മെറ്റേണിറ്റി ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് നോർമലി വരുന്നത് ലിമിറ്റ്സ് ഉണ്ട് അതിനകത്ത്. 24 ആണ്, അതായത് ഏകദേശം 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഒരു ക്രൈറ്റീരിയ അതാണ്, 2 വർഷം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പെർ ഡെലിവറിക്ക് 50,000 1 lakh എന്നുള്ള ലിമിറ്റ് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചാൽ 1 വർഷം കൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാൻ പറ്റും. വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 1 വർഷമാണ്. ഇതിനകത്ത് ലിമിറ്റ് ഉണ്ട്, 30,000 വരെയാണ് പോകുന്നത്. അതേപോലെ ന്യൂ ബോൺ ബേബി കവർ ഉണ്ട്, ഒപ്പം തന്നെ വരുന്നുണ്ട്. ഏഹ് അതും നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഒരു 24 കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ആസ്മ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ അതിൽ പറ്റും. ക്യുക്ക് ഷീൽഡ് എന്നുള്ള ഇതെടുത്ത് കഴിഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ ആനുവൽ ചെക്കപ്പ് വരുന്നുണ്ട്. സം ഇൻഷുർഡിൻ്റെ 1% ആണ്, അല്ലെങ്കിൽ 25,000 വരെയാണ്. ഏതാണോ ലോവർ അതിനനുസരിച്ചിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ. അതേപോലെ തന്നെ അത് ഓൺലൈൻ ബുക്കിംഗ് ആണ് വരുന്നത്. ഉം. പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. 3 വർഷം മുതൽ 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്കായിട്ട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ കൺസ്യൂമബിൾസ് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. സർജറി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉം, നമുക്ക് സർജറി എക്യുപ്മെൻസിൻ്റെ ഒക്കെ ബില്ല് വരും. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസ്യൂമബിൾസ് എടുക്കാവുന്നതാണ് അതിനകത്ത്. അതേപോലെ തന്നെ നമുക്ക് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കവറും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓക്സിജൻ വീൽ ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് NRI അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. നമുക്ക് NRIs ആണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ 10% ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്ന ബെനിഫിറ്റ് ആണ്. പിന്നെ നമ്മളിതിൽ ശ്രദ്ധേയമായിട്ട് നമുക്ക് പറയേണ്ട ഒരു ബെനിഫിറ്റ്, നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും കാര്യത്താൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചിലവാണ് നമുക്ക് സാധാരണഗതിയിൽ പോളിസിയിൽ ഉൾപ്പെടുത്തുന്നത്. പകരം നമുക്ക് അവിടെ നമ്മൾ ബൈസ്റ്റാൻഡറുടെ ഫുഡ്, അവരെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിനുള്ള ചിലവ്, അല്ലെങ്കിൽ തൊട്ടടുത്ത റൂം എടുക്കുന്ന ചിലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് ഒരു ഇൻകം കട്ടാവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്കിവിടെ ഹോസ്പിറ്റൽ ക്യാഷ് എന്നുള്ള ബെനിഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ മുതൽ 5000 രൂപ വരെ 30 ദിവസം, 60 ദിവസം, 90 ദിവസം, 120 ദിവസം എന്ന കണക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആഡ് ഓൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന അത്രയും ദിവസം നമുക്ക് 1000 മുതൽ 5000 രൂപ വരെ ലഭിക്കുന്ന കാര്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റൂം റെൻറ്റ് മോഡിഫിക്കേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എനി റൂം കാറ്റഗറിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റൂം എടുക്കാം. നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പ്രൈവറ്റ് ഏസി റൂം മതി, അല്ലെങ്കിൽ ഷെയർഡ് റൂം മതി, അല്ലെങ്കിൽ ജനറൽ വാർഡ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഇതിനകത്ത് പോളിസി ചേരുന്നുണ്ട്. അതേപോലെ കോ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിഡക്റ്റബിൾ കാര്യങ്ങൾ വളരെ ആയിട്ട് നമ്മൾ അടയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത്. പിന്നെ ഒരു പോളിസിയിലേക്കുള്ള എൻട്രി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 91 ദിവസം മുതൽ 25 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് ഈ പോളിസിയിൽ നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് പോളിസി 1 മുതൽ 5 വർഷം വരെ നമുക്ക് ഇതിനകത്ത് കാലയളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 5 വർഷം സമയത്ത് 16% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിനകത്ത്. ഓക്കെ. അതേപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി മന്ത്ലി ഒക്കെ ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സ് സ്റ്റാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പോളിസി, ഫ്ലോട്ടർ പോളിസി, അതായത് ഫാമിലി പോളിസി, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ. ഓക്കെ. അത്തരത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ സം അഷ്യൂർഡ് ഓപ്ഷൻസ് തരികയാണെങ്കിൽ 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി, അൺലിമിറ്റഡ് സം അഷ്യൂർഡ്, ഇത്തരത്തിലാണ് നമ്മുടെ സ്റ്റാർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് പോളിസിക്ക്. ഏത് പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാലും 30 ദിവസത്തിനുള്ളിൽ, 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് യൂഷ്വലി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് മുമ്പേ ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് 30 ദിവസത്തിന് ശേഷം മാത്രമേ പോളിസി ആക്റ്റീവ് ആവുള്ളൂ.
അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻസ് സർജറി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 24 മാസം, അതായത് 2 വർഷമാണ് ആ ഒരു ടൈം വരുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 36 മാസമാണ് നമ്മുടെ വെയിറ്റിംഗ് പീരീഡ്, അതായത് 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഓക്കെ. പിന്നെ ഇയർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ഉണ്ട്. 30 ദിവസം മുമ്പ് നിങ്ങൾ പോളിസി പുതുക്കുകയാണെന്നുണ്ടെങ്കിൽ 2% ഡിസ്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെൽനസ് ഡിസ്കൗണ്ട് ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ ചാർലത്തിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 1000 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഡിസ്കൗണ്ട്സ് കിട്ടും. 20% വരെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെലി ഹെൽത്ത് സർവീസസ് ഉണ്ട്. പിന്നെ സ്റ്റാർ ഹെൽത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 14,000-ലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്ലെയിം ഇവർ ഇതുവരെ 1 കോടിയിലധികം ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ട് സ്റ്റാർ ഹെൽത്ത്. 90% ക്ലെയിംസും ഇവർ സെറ്റിൽ ചെയ്യുന്നത് 2 മണിക്കൂറിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ സ്റ്റാർ ഹെൽത്ത് റിലേറ്റഡോ മറ്റേതെങ്കിലും പോളിസി റിലേറ്റഡോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സൊക്കെ താഴെയുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. എനിവേ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഭാവിയിൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും മോട്ടിവേഷൻസ് ഉണ്ടാവും. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.